നമസ്കാരം. ധനുഷ് PSC ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2016 ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് വന്നിരിക്കുന്നത്. സീമാൻ പോർട്ടിൽ കൊല്ലം കോഴിക്കോട് ജില്ല നടന്ന എക്സാമിൻ്റെ ആൻസറൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ LP UP എക്സാം എഴുതുന്നവർക്കും LDC എക്സാം എഴുതുന്നവർക്കും എല്ലാം റിവിഷൻ ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഇത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 157/2016 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 45ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ മികച്ച ചിത്രം. 45ാമത്തെയാണ് ചോദിച്ചേക്കുന്നത്. അവിടുത്തെ ആൻസർ ഒറ്റാൽ. 45ാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ചിത്രം ഏതായിരുന്നു? ഒറ്റാലായിരുന്നു. ഇപ്പോൾ 53ാമതാണ് നടക്കുന്നത് അല്ലേ? 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ചിത്രം ഏതായിരുന്നു? നൻപകൽ നേരത്ത് മയക്കം. നൻപകൽ നേരത്ത് എല്ലാവർക്കും അറിയാൻ പഠിച്ചിട്ടുണ്ടാവും. നൻപകൽ നേരത്ത് മയക്കം അല്ലേ? 53ാമത് പുരസ്കാരമാണ് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം. എത്രാമത്തെയാണ്? 53ാമതാണത്. നൻപകൽ നേരത്ത് മയക്കം. നെക്സ്റ്റ് വരുന്നത് ഇന്ത്യയുടെ പ്രഥമ വാന നിരീക്ഷണ ഉപഗ്രഹം. ഇന്ത്യയുടെ പ്രഥമ വാന നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? ആൻസർ ഏതാണ്? ആസ്ട്രോസാറ്റ്. ആൻസർ ആസ്ട്രോസാറ്റാണ്. ഇന്ത്യയുടെ പ്രഥമ വാന നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? ആസ്ട്രോസാറ്റ്. വിക്ഷേപണ കേന്ദ്രം ഏതാണ്? സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. ഏതായിരുന്നു? സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ അല്ലേ? ഇന്ത്യയുടെ പ്രഥമ വാനനിരീക്ഷണ ഉപഗ്രഹം ആസ്ട്രോസാറ്റ് വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. എത്രയിലായിരുന്നു? 2015 അത് ആന്ധ്രാപ്രദേശിൽ നിന്നല്ലേ? ഇനി ആസ്ട്രോസാറ്റിനെ വഹിച്ചുകൊണ്ട് പോയ വാഹനം, റോക്കറ്റ് ഏതാണ്? ആസ്ട്രോസാറ്റിനെ വഹിച്ചുകൊണ്ട് പോയ റോക്കറ്റ് PSLV-C30. PSLV-C30 ആണെന്ത്? ആസ്ട്രോസാറ്റിനെ വഹിച്ചുകൊണ്ട് പോയ റോക്കറ്റ്. ഓക്കെ. നെക്സ്റ്റ്, ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഓപ്ഷൻസിൽ ഐസക് ന്യൂട്ടൺ, ഹോമി ജെ ഭാവ, വിക്രം സാരാഭായ്, APJ അബ്ദുൽ കലാം. ആൻസർ ഏതാണ്? APJ അബ്ദുൽ കലാമാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ്, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ അല്ലേ? ഇന്ത്യൻ മിസൈൽ ടെക്നോളജിയുടെ പിതാവ് ആരാണ്? APJ അബ്ദുൽ കലാം. നെക്സ്റ്റ്, അത് 1998 ഫെബ്രുവരി 12 ഇൻഡോ റഷ്യൻ ഉടമ്പടി പ്രകാരം തയ്യാറാക്കപ്പെട്ടൊരു മിസൈലുണ്ട്, ബ്രഹ്മോസ്. ഈ ബ്രഹ്മോസ് എന്ന പേരിൻ്റെ ഉപജ്ഞാതാവാരായിരുന്നു? APJ അബ്ദുൽ കലാം ആയിരുന്നു. ഓക്കെ. അപ്പോൾ ഇത് പഠിക്കുക. ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? APJ അബ്ദുൽ കലാം. കേരള സർക്കാരിൻ്റെ 2015 രാജ രവിവർമ്മ പുരസ്കാരം നേടിയത്. കേരള സർക്കാരിൻ്റെ 2015 രാജ രവിവർമ്മ പുരസ്കാരം നേടിയത് ആർക്കാണ്? ആൻസർ ബാലൻ നമ്പ്യാർ ആയിരുന്നു. ഇപ്പോൾ 2022-24 സമയത്ത് ആരായിരുന്നു? സുരേന്ദ്രൻ നായർ. ചിത്രകാരന് കൊടുക്കുന്ന അവാർഡാണെന്ത്? രാജരവിവർമ്മ പുരസ്കാരം. സുരേന്ദ്രൻ നായർ 22-24 കാലത്താണ് എന്ത് കൊടുക്കുക? അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. ചിത്രകാരന് കൊടുക്കുന്ന അവാർഡാണെന്ത്? രാജരവിവർമ്മ പുരസ്കാരം അല്ലേ? 15 ബാലൻ നമ്പ്യാരായിരുന്നു. ഇപ്പോൾ 22-24 കാലത്തേതായിരുന്നു? സുരേന്ദ്രൻ നായർ. ഓക്കെ. അടുത്തത് ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ അല്ലേ? അന്നുണ്ടായിരുന്നു. ഇപ്പോൾ സ്പീക്കറിൻ്റെ സ്ഥാനം വേക്കൻ്റ് ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. വായ്പ ലഭിക്കാത്തവർക്ക് വായ്പ എന്ന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? വായ്പ ലഭിക്കാത്തവർക്ക് വായ്പ എന്ന മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? മുദ്രാ പദ്ധതി. മുദ്രയാണ്. വായ്പ ലഭിക്കാത്തവർക്ക് വായ്പ ലഭിക്കാത്തവർക്ക് വായ്പ കൊടുത്ത് മുദ്രയടിച്ച് കൊടുക്കുന്നവർക്ക് അല്ലേ? വായ്പ ലഭിക്കാത്തവർക്ക് മുദ്രയടിച്ച് വായ്പ കൊടുക്കുന്നു, മുദ്രാ പദ്ധതി. അടുത്തത്, ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ ബാലചന്ദ്ര നോമഡയുടെ പുരസ്കാരത്തിന് അർഹമായ നോവൽ ഏതായിരുന്നു? ബാലചന്ദ്ര നോമഡയുടെ പുരസ്കാരത്തിന് അർഹമായ നോവൽ ഏതായിരുന്നു? ജ്ഞാനപീഠ പുരസ്കാര ജേതാവായിരുന്നു ആര്? ബാലചന്ദ്ര നോമഡെ. അർഹ പുരസ്കാരം ഏതായിരുന്നു? ആൻസർ ഹിന്ദു ജഗന്യായി സമൃദ്ധ അഡ്ഗൽ.
ഹിന്ദു ജഗന്യായി സമുദ്ര അഡ്ഗൾ ബാലചന്ദ്ര നോമഡെ ഹിന്ദു ജഗന്യായി സമുദ്രയല്ല കേട്ടോ സമുദ്ര അഡ്ഗൾ ജ്ഞാനപീഠ പുരസ്കാരമായിരുന്നു അദ്ദേഹത്തിൻ്റെ. അടുത്ത് നോക്കാം. 2014 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? 2014 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആർക്കാണ്? 14 ആൻസർ വിഷ്ണു നാരായൺ നമ്പൂതിരി. 14 അല്ലേ. 23 ആർക്കാണ്? ഡോക്ടർ എസ് കെ വാസന്തൻ. ആർക്കാണ്? ഡോക്ടർ എസ് കെ വാസന്തൻ. എഴുത്തച്ഛന് വാസന്തനാണ്. എഴുത്തച്ഛൻ വാസന്തൻ. ഡോക്ടർ എസ് കെ വാസന്തനാണ് 23. ഡോക്ടർ എസ് കെ വാസന്തൻ മലയാള സാഹിത്യകാരനായിരുന്നു. ഡോക്ടർ എസ് കെ വാസന്തന് 2023 എഴുത്തച്ഛൻ പുരസ്കാരം. അടുത്തത് 2015 അർജുന അവാർഡ് നേടിയ മലയാളി. 15 അർജുന അവാർഡ് നേടിയ മലയാളി ആരായിരുന്നു? പി ആർ ശ്രീജേഷ് ആയിരുന്നു. 15 അർജുന അവാർഡ് നേടിയ മലയാളി. ഇനി അത് ഇപ്പോഴോ അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി അറിയാമോ ആരാന്ന്? അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ഒന്ന് പഠിച്ചിരിക്കാം. 1961 KC ഏലമ്മ. അത് പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. KC ഏലമ്മയാണ് ഫസ്റ്റ് മലയാളി. KC ഏലമ്മ 1961. ഓർത്തല്ലോ. ഇനി കായിക ലോകത്തെ സംഭാവനകൾക്ക് നൽകുന്ന അവാർഡാണെന്ത്? അർജുന അവാർഡ് അല്ലേ. കായിക ലോകത്തെ സംഭാവനയ്ക്ക് കൊടുക്കുന്നതാണ് അർജുന അവാർഡ്. ഇപ്പോൾ ബാഡ്മിൻ്റൺ ഉണ്ട്, നമുക്ക് ഏത് ഓർക്കാം? ആരുടെ പേരൊക്കെ? HS പ്രണോയ്, പിന്നെ എൽദോസിനെ ഓർക്കാം അല്ലേ. 22-23 കാലത്ത് നമുക്ക് ഏതിനെ ഓർക്കാൻ പറ്റും? ബാഡ്മിൻ്റൺ വേണ്ടി HS പ്രണോയ് ഉണ്ട്, എൽദോസും ഉണ്ട്. പ്രണോയ് ഉണ്ട്, എൽദോസിനെ ഓർത്തിരിക്കാം. അർജുന അവാർഡ് കൊടുക്കുമ്പോൾ അത് രണ്ടും ഓർത്തിരിക്കാം. KC ഏലമ്മ ആദ്യത്തെ ആളായിരുന്നു മലയാളി. നെക്സ്റ്റ് വരുന്നത് 2017 അണ്ടർ 17 ഫുട്ബോൾ ലോകകപ്പിന് വേദിയാകുന്ന കേരളത്തിലെ നഗരം ഏതാണ്? ആൻസർ കൊച്ചി. അണ്ടർ 17 ഫുട്ബോൾ ലോകകപ്പ് കൊച്ചിയാണ്. 17 അത്ര അങ്ങോട്ട് വേണ്ട അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ ഏറ്റവും പ്രാചീനമായ പർവ്വതനിര ഏതാണ്? ഓപ്ഷൻസ്: വിന്ധ്യ, സാത്പുര, ഹിമാലയം, ആരവല്ലി, സഹ്യപർവ്വതം. ഇന്ത്യയുടെ ഏറ്റവും പ്രാചീനമായ പർവ്വതനിര ഏതായിരുന്നു? ആൻസർ ആരവല്ലിയാണ് പ്രാചീന പർവ്വതനിര. ഏറ്റവും പഴക്കമേറിയത് പ്രാചീനമായത് ആരവല്ലിയാണ്. അടുത്തത് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ളത് ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ. ആൻസർ ഗുജറാത്ത്. കടൽ തീരമുള്ളത് ഗുജറാത്ത്. അവിടെ ഓർക്കുക അല്ലേ. ഇന്ത്യയുടെ ഭൂപടം വരയ്ക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ വരുന്നു അല്ലേ. വെള്ളിത് ഇങ്ങനെ പോകുന്നില്ല. ഇവിടെ കടലാണെന്ന് ഓർത്താൽ മതി. ഗുജറാത്ത് ഇവിടെ കേട്ടോ. മേൽ ജമ്മു കാശ്മീർ ഇവിടെ ഇങ്ങനെ. ഇത് ഗുജറാത്താണ് ഇവിടെ. അപ്പോൾ ഇവിടെ കടലാണെന്ന് ഓർത്തിരിക്കുക. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. കടൽ തീരം കൂടുതലുള്ളത് ഗുജറാത്തിലാണ്. ഇനി പരമ്പരാഗത ഊർജ്ജ വിഭവത്തിന് ഉദാഹരണം ഏതാണ്? സൗരോർജം, ജൈവവാതകം, കൽക്കരി, കാറ്റിൽ നിന്ന് വൈദ്യുതി. ഏതാണ് പരമ്പരാഗത ഊർജ്ജ വിഭവത്തിന് ഉദാഹരണമുള്ളത്? ആൻസർ ഏതാണ്? കൽക്കരിയാണ് ആൻസർ. കൽക്കരിയാണ് പരമ്പരാഗത ഊർജ്ജ വിഭവത്തിന് ഉദാഹരണം. എന്താണ്? കൽക്കരി അല്ലേ. കൽക്കരി എവിടെ നമുക്ക് കിട്ടുക? ഭൂമിക്കടിയുന്നില്ലേ. പണ്ടുണ്ടായിരുന്ന മരങ്ങളും തടികളും ഒക്കെ വീണിട്ടില്ലേ, അത് ഉണ്ടായി വർഷങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്നുണ്ടാവുക കൽക്കരി ഉണ്ടാവുക അല്ലേ, പിന്നീട് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് ഓർത്തിരിക്കുക. അങ്ങനെ ഓർക്കുമ്പോൾ കൽക്കരി നമുക്ക് എഴുതാൻ പറ്റും. പരമ്പരാഗത ഊർജ്ജ വിഭവം ഏതാണ്? കൽക്കരി. ഇനിയും ലോക റെയിൽവേകളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 4ാം സ്ഥാനമായിരുന്നു എന്നാണ് 2016 ക്വസ്റ്റ്യൻ അല്ലേ. 4ാം സ്ഥാനം ആയിരുന്നു. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയിൽ ചണ വ്യവസായം കേന്ദ്രീകരിച്ചിരിക്കുന്നത് മുംബൈ, വിശാഖപട്ടണം, ചെന്നൈ, കൊൽക്കത്ത. എവിടെയാണ് ചണ വ്യവസായം? ആൻസർ കൊൽക്കത്ത. ഏതാണ്? കൊൽക്കത്ത. ഇന്ത്യയിൽ ചണ വ്യവസായം എവിടെയാണ്? കൊൽക്കത്ത. ചണം കൊൽക്കത്തയിലാണ്.
ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഇടയാക്കിയ സംഭവം. ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഇടയാക്കിയ സംഭവം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഖിലാഫത്ത് പ്രസ്ഥാനം, ചൗരി ചൗര സംഭവം, വാഗൺ ട്രാജഡി, ഉപ്പു സത്യാഗ്രഹം. ആൻസർ ഏതാണ്? ചൗരി ചൗര സംഭവം അല്ലേ. സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെച്ച് ചൗരി ചൗര കൊണ്ടാണ് അല്ലേ. ചൗരി ചൗര കൊണ്ടാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെച്ചത്. ചൗരി ചൗര പ്രസ്ഥാനം കൊണ്ടാണ് അല്ലേ. ആ സംഭവത്തെ തുടർന്നാണ് എന്ത് പറ്റിയത്? ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെച്ചത്. അപ്പോൾ ഇത് രണ്ടോട് കണക്ട് ചെയ്ത് ഓർക്കുക. ഏത്? സിവിൽ നിയമലംഘന പ്രസ്ഥാനം, ചൗരി ചൗര സംഭവം അല്ലേ. ആദ്യം എന്താ ഓർക്കേണ്ടത്? ചൗരി ചൗര സംഭവം വന്നു, അങ്ങനെ എന്ത് നിർത്തിവെച്ചു? സിവിൽ നിയമലംഘന പ്രസ്ഥാനം, സിവിൽ നിയമലംഘനം നിർത്തിവെച്ചു എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഇടയാക്കിയ സംഭവം ഏതാണ്? ചൗരി ചൗര സംഭവം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച ഇന്ത്യയിലെ വലിയ നാട്ടുരാജ്യം ഏതാണ്? സ്വാതന്ത്ര്യാനന്തരമാണ്. വളരെ പ്രീവിയസ് ക്വസ്റ്റ്യൻ, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലേ. ഏത് ആൻസർ വരിക? അതിൻ്റെ ഹൈദരാബാദ് അല്ലേ. ഹൈദരാബാദ് നമുക്കറിയേണ്ട കൂടെ ആരും കൂടി ഉണ്ട്, ജുനഗഡ് ഉണ്ട് അല്ലേ. ഹൈദരാബാദാണ് വിസമ്മതിച്ചു. അടുത്തത്, ഇന്ത്യയിലെ നവോത്ഥാനത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യയിലെ നവോത്ഥാനത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഓപ്ഷൻസ് നോക്കാം. രാജാറാം മോഹൻ റോയ്, ഈശ്വർചന്ദ്ര വിദ്യാസാഗർ, സ്വാമി ദയാനന്ദ സരസ്വതി, രവീന്ദ്രനാഥ ടാഗോർ. ഏതാണ് ആൻസർ വരിക? രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിലെ നവോത്ഥാനത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്ന ആരാണ്? രാജാറാം മോഹൻ റോയ്. നവോത്ഥാന നായകൻ രാജാറാം മോഹൻ റോയ്. രാജാവാണ് നവോത്ഥാനത്തിൻ്റെ നായകൻ എന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ്, അരവിന്ദ ഘോഷ് ബംഗാളി ഭാഷയിൽ തുടങ്ങിയ പ്രസിദ്ധീകരണം ഏതാണ്? അരവിന്ദ ഘോഷ് ബംഗാളി ഭാഷയിൽ തുടങ്ങിയ പ്രസിദ്ധീകരണം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ജുഗാന്തർ, നവജീവൻ, ആനന്ദലോക്, സനാതനം. ആൻസർ ഏതാണ് വരുന്നത്? ജുഗാന്തർ. അരവിന്ദ് ഘോഷ് ജുഗാന്തർ. അരബിന്ദും ജുഗാന്തർ ഓർത്തിരിക്കുക. നമ്മൾ എഴുതുമ്പോഴത്തേക്കിന് ഇങ്ങനെ കണക്ഷൻസ് ഈ അക്ഷരങ്ങളിൽ ഒരുപക്ഷെ അന്നേരം ഓർമ്മ വരാം. അരവിന്ദ് ഘോഷ് ബംഗാളി ഭാഷ എഴുതിയ പ്രസിദ്ധീകരണം ഏതാണ്? ജുഗാന്തറാണ്. അടുത്തത്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്തായിരുന്നു? പാകിസ്ഥാനുമായുള്ള യുദ്ധം, ഭാഷാ പ്രശ്നം, മന്ത്രിസഭാ രൂപീകരണം, അഭയാർത്ഥി പ്രശ്നം. ഈ ടോപ്പിക്ക് തന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്നുള്ള ടോപ്പിക്ക് നമുക്കുണ്ട് ഇല്ലേ. ഇത് ടെക്സ്റ്റിൽ 10ാം ക്ലാസ് ടെക്സ്റ്റിനകത്ത് കിടക്കുന്ന ഒരു കണ്ടൻറ്റാണിത്. അപ്പോൾ അന്ന് മുതൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കൂടി ഓർത്തിരിക്കുക. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും പ്രധാന വെല്ലുവിളി എന്തായിരുന്നു? ആൻസർ ഏതാണ്? അഭയാർത്ഥി പ്രശ്നമായിരുന്നു അല്ലേ. അഭയാർത്ഥി പ്രശ്നം. സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം ഇല്ലേ അഭയാർത്ഥികൾ വന്നു അല്ലേ. അതാണ് പ്രശ്നം. ആൾക്കാർ വന്ന് കയറിക്കൊണ്ടേയിരിക്കുന്നു. സ്വാതന്ത്ര്യം അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ടും വരണം അല്ല. അപ്പോൾ അത് രണ്ടും എല്ലാവരും മിക്സ് ചെയ്ത് കിടക്കുമ്പോൾ അതിനെല്ലാം കാറ്റഗറൈസ് ചെയ്ത് മാറ്റണമല്ലോ. ആ ഒരു സെക്ഷൻ ഓർത്തിരിക്കുക. അപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്തായിരുന്നു? അഭയാർത്ഥികളുടെ പ്രശ്നമായിരുന്നു. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? ഏത് സമ്മേളനമായിരുന്നു? ലാഹോർ സമ്മേളനം അല്ലേ. പൂർണ്ണ സ്വരാജ് ലാഹോർ സമ്മേളനം, അത് ഓർത്തിരിക്കുക. പൂർണ്ണ സ്വരാജ് ലാഹോർ സമ്മേളനം അത് എപ്പോഴും ചോദിക്കുന്ന പൂർണ്ണ സ്വരാജ് ലാഹോർ സമ്മേളനം. അടുത്തത്, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഇന്ത്യൻ ജനതയ്ക്ക് നൽകിയത് ആരാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഇന്ത്യൻ ജനതയ്ക്ക് നൽകിയത് ആരാണ്? ഓപ്ഷൻസ് നമുക്കൊന്ന് വായിക്കാം. സുഭാഷ് ചന്ദ്രബോസ്, ഗാന്ധിജി, രാജേന്ദ്ര പ്രസാദ്, ഗോപാലകൃഷ്ണ ഗോഖലെ. ആൻസർ ഏതാണ്? ഗാന്ധിജി അല്ലേ. ഗാന്ധിജിയാണ് പറഞ്ഞു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞു അല്ലേ. ഗാന്ധിജിയാണ് പറഞ്ഞത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദൻ, ആത്മാറാം പാണ്ഡുരംഗ്, മാഡം ബ്ലവാട്സ്കി, സ്വാമി ദയാനന്ദ സരസ്വതി. ആൻസർ ഏതാണ്? സ്വാമി വിവേകാനന്ദൻ. ശ്രീരാമകൃഷ്ണ മിഷൻ അല്ലേ. ശ്രീരാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദനാണ് സ്ഥാപിച്ചത്. സ്ഥാപിച്ചത്. അടുത്തത്, സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പറഞ്ഞതാരാണ്? സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പറഞ്ഞതാരാണ്? ഓപ്ഷൻസ് നോക്കണം.
CR ദാസ്, ലാൽ ലജ്പത് റായ്, സുരേന്ദ്രനാഥ ബാനർജി, ബാലഗംഗാധര തിലകൻ. ആൻസർ ബാലഗംഗാധര തിലകൻ അല്ലേ. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പറഞ്ഞതാരാണ്? ബാലഗംഗാധര തിലകൻ. സ്വരാജ്യം ബാലൻ അല്ലേ. സ്വരാജ്യം ബാലഗംഗാധര തിലകനാണ് സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണെന്ന് പറഞ്ഞത്. അടുത്തത്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച കമ്മീഷൻ്റെ അധ്യക്ഷനാരാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച കമ്മീഷൻ്റെ അധ്യക്ഷനാരായിരുന്നു? ഓപ്ഷൻ നോക്കാം. വല്ലഭായ് പട്ടേൽ, സിറിൽ റാഡ്ക്ലിഫ്, ഡോക്ടർ ഫസൽ അലി, VP മേനോൻ. ആൻസർ ഏതായിരുന്നു? ആൻസർ അല്ലേ, പുനഃസംഘടിപ്പിക്കുക. ഇവിടെയാണ് ഡോക്ടർ ഫസൽ അലി അല്ലേ, പുനഃസംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ആരാണത്? ഡോക്ടർ ഫസൽ അലി. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അറിയാമല്ലോ, ഡോക്ടർ ഫസൽ അലി. ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സമത്വത്തിനുള്ള അവകാശം, സമാധാനത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ഇതിലേതാണ് ഭരണഘടനയുടെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? ഏതാണ്? സമാധാനത്തിനുള്ള അവകാശം. മൗലിക അവകാശം ഉൾപ്പെടാത്തത് ഏതാണ്? സമാധാനത്തിനുള്ള അവകാശം. അടുത്തത്, ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ അശോകസ്തംഭം കാണപ്പെടുന്ന സാരനാഥ് ഏത് സംസ്ഥാനത്തിലാണ്? ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ആയ അശോകസ്തംഭം കാണപ്പെടുന്ന സാരനാഥ് ഏത് സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻസിൽ ഉത്തർപ്രദേശ്, ഡൽഹി, പശ്ചിമ ബംഗാൾ, മധ്യപ്രദേശ്. ആൻസർ ഏതാണ്? ആൻസർ ഉത്തർപ്രദേശ്. ഏതാണ്? ഉത്തർപ്രദേശ്. അശോകസ്തംഭം കാണപ്പെടുന്ന സാരനാഥ് അല്ലേ, അശോകസ്തംഭം കാണപ്പെടുന്ന സാരനാഥ് എവിടെയാണിത്? ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലാണ്. അശോകസ്തംഭം കാണപ്പെടുന്ന സാരനാഥ് സംസ്ഥാനത്തിലാണ്, ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ജവഹർലാൽ നെഹ്റു, ഡോക്ടർ അംബേദ്കർ, പിംഗളി വെങ്കയ്യ, മാഡ ഭിക്കാജി കാമ. ആൻസർ ഏതാണ്? പിംഗളി വെങ്കയ്യ. പിംഗളി വെങ്കയ്യ രൂപകൽപ്പന ചെയ്ത ആരാണ്? പിംഗളിയാണ്. രൂപകൽപ്പന പിംഗളിയാണ്, കൽപ്പന പിംഗളിയാണ്. അടുത്തത്, മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? മുഖ്യ വിവരാവകാശ കമ്മീഷണർ 2016 ആ സമയത്ത് ചോദിച്ചേക്കുന്നില്ലേ? അന്ന് ആരായിരുന്നു? വിജയ് ശർമ്മ. ഇന്നിപ്പോൾ ആരാണ്? വി ഹരി നായർ അല്ലേ, ഹരി നായരാണ്. വി ഹരി നായർ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. അടുത്തത്, വിവരാവകാശ നിയമം കേന്ദ്രം പാസ്സാക്കിയത് ഏത് വർഷം? വിവരാവകാശ നിയമം കേന്ദ്രം പാസ്സാക്കിയത് ഏത് വർഷമാണ്? ഏത് വർഷം? 93, 2009, 2000, 2005. വിവരാവകാശ നിയമം കേന്ദ്രം പാസ്സാക്കിയത് ഏത് വർഷം? ഏത് വർഷം? 2005 അല്ലേ, 2005. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഭാഗം ഏതാണ്? ഇടനാടുണ്ട്, മലനാട്, തീരപ്രദേശം, സമതല പ്രദേശം. ആൻസർ ഏതാണ്? ആൻസർ മലനാട്. വലിയ ഭൂഭാഗം മലനാട് കേട്ടോ, മലനാട്. അടുത്തത്, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വേമ്പനാട്ട് കായൽ, കായംകുളം കായൽ, കൊടുങ്ങല്ലൂർ കായൽ, ശാസ്താംകോട്ട കായൽ. ആൻസർ ഏതാണ് വരിക? ആൻസർ ശാസ്താംകോട്ട കായൽ. ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ എന്നറിയണം കേട്ടോ, അങ്ങനെ വേണം ചെയ്തു പോകാൻ. അറിയാത്തത് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സൈഡിൽ കുറിച്ചിട്ട് വെക്കുക. കേരളത്തിലെ വെനീസ് എന്നറിയപ്പെടുന്നത് എന്താണ്? കേരളത്തിലെ വെനീസ് ആലപ്പുഴ, കൊച്ചി, കോവളം, കൊല്ലം. കേരളത്തിലെ വെനീസ് എന്നറിയപ്പെടുന്ന ആരാണ്? ആലപ്പുഴ. വെനീസ് ആലപ്പുഴ അല്ലേ, ആലപ്പുഴ. വെനീസാണ് ആലപ്പുഴ. ഓക്കെ, അങ്ങനെ ഓർത്താൽ മതി. കേരളത്തിലെ ഏറ്റവും തെക്കുള്ള നദി കരമനയാറ്, നെയ്യാറ്, കല്ലട, അച്ചൻകോവിലാറ്. തെക്കുള്ള നദി ഏതാണ്?
നെയ്യാറാണ് തെക്കുള്ളത്. നെയ്യാർ തെക്കുള്ളത്. നെയ്യാറാണ് തെക്ക്. കേരളത്തിൽ ഏറ്റവും അധികം വിദേശ നാണ്യം നേടിത്തരുന്ന സമുദ്രോൽപ്പന്നം ഏതാണ്? ഏറ്റവും അധികം വിദേശ നാണ്യം നേടിത്തരുന്ന സമുദ്രോൽപ്പന്നം ഏതാണ്? ആവോലി, കരിമീൻ, ചെമ്മീൻ, സ്രാവ്. വിദേശ നാണ്യം നേടിത്തരുന്ന സമുദ്രോൽപ്പന്നം ഏതാണ്? ഏതാണ്? ചെമ്മീനാണ്. വിദേശ നാണ്യം കൊടുക്കുന്നത് ചെമ്മീൻ. ചെമ്മീൻ വിദേശ നാണ്യം നേടിത്തരുന്നത് ചെമ്മീൻ. ഒരുപാട് പാക്കറ്റ് നമുക്ക് അയക്കാൻ പറ്റും അല്ലേ? അത് ഉണക്കിയിട്ടും അല്ലേ, നല്ലതായിട്ടും കറി വെച്ചിട്ടും അതുപോലെ ഫ്രൈ ചെയ്തിട്ടും ഒക്കെ അയക്കുന്നുണ്ട്. ഉണക്കി നല്ല സംസ്കരിക്കാൻ പറ്റും അതിനെ. അപ്പോൾ അങ്ങനെ പാക്ക് ചെയ്ത് അയക്കാൻ പറ്റും. അങ്ങനെ വിദേശ നാണ്യം നേടിത്തരുന്ന ഒരു സാധനം, സമുദ്രോൽപ്പന്നം ആണെന്ത്? ചെമ്മീൻ. ഓർക്കുക അല്ല. ഇനി കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ടി.സി. യോഹന്നാൻ, ജി.വി. രാജ, സി.കെ. ലക്ഷ്മൺ, ജിമ്മി ജോർജ്. ഇതിൽ ആൻസർ എന്താ വരിക? ജി.വി. രാജ അല്ലേ? ജി.വി. രാജ. ജി.വി. രാജ. ജി.വി. രാജ. വേറെ പേരൊന്നും പോലെ. കേരളത്തിൻ്റെ പിതാവ്, കായിക കേരളം പിതാവ് ജി.വി. രാജ, കേരളത്തിൻ്റെ രാജാവ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ആനമുടി ചോല, പാമ്പാടും ചോല, സൈലൻറ്റ് വാലി, ഇരവികുളം. ആദ്യത്തെ ദേശീയോദ്യാനം, ഫസ്റ്റ് ദേശീയോദ്യാനം ഏതാണ്? ഫസ്റ്റ് ദേശീയോദ്യാനം ഏതാണ്? എല്ലാവർക്കും അറിയാം. ഫസ്റ്റ് ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം അല്ലേ? ഫസ്റ്റ് ഇരവികുളം. ഇനി ജലാശയത്തിലെ ഒളിമ്പിക് എന്നറിയപ്പെടുന്നത്? ആറന്മുള വള്ളംകളി, ഉത്രട്ടാതി വള്ളംകളി, നെഹ്റു ട്രോഫി വള്ളംകളി, കുമരകം വള്ളംകളി. ആൻസർ ഏതാണ്? നെഹ്റു ട്രോഫി വള്ളംകളി. നെഹ്റു ട്രോഫി വള്ളംകളി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ആൻസർ എന്താ വരിക? കല്ലട പദ്ധതി, പള്ളിവാസൽ പദ്ധതി, ഇടുക്കി പദ്ധതി, ശബരിഗിരി പദ്ധതി. ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ആൻസർ പള്ളിവാസൽ അല്ലേ? ഫസ്റ്റ് പള്ളിവാസൽ. ആദ്യത്തെ ഏതാണ്? പള്ളിവാസൽ. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണ്? ബയോളജിക്കൽ പാർക്ക് ഏതാണ്? അഗസ്ത്യാർകൂടം. അടുത്തത്, കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം? ആറ്റിങ്ങൽ, കോഴിക്കോട്, കൊടുങ്ങല്ലൂർ, പയ്യന്നൂർ. എവിടെയായിരുന്നു കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം? ഏതായിരുന്നു? പയ്യന്നൂർ. നെക്സ്റ്റ് ഓപ്ഷൻ ഡി ആണ് പയ്യന്നൂർ. ഇനി ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ഒന്നാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരാണ്? ഇപ്പോൾ നോക്കിയോളി, ക്വസ്റ്റ്യൻസ് കണ്ടില്ലേ? ഇപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻസും ഈ 16-ലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് സാമ്യമുണ്ടെന്ന് ആലോചിച്ചോ. ഇപ്പോൾ നമുക്ക് തീർന്ന റിവിഷൻ ചെയ്താലും കയറി പോകാൻ പറ്റും. ഓക്കെ. ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ഒന്നാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഏതൊക്കെയായിരുന്നു? ഓപ്ഷൻസ് നോക്കാം. കെ മാധവൻ നായർ, ടി പ്രകാശം, കേസരി ബാലകൃഷ്ണപിള്ള, എം പി നാരായണ മേനോൻ. ആൻസർ ഏതാ വരിക? ടി പ്രകാശം. ടി പ്രകാശം. ഒന്നാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം കേട്ടോ. ഒന്നാം അഖില കേരളയ്ക്ക് ടി പ്രകാശമായിരുന്നു ഒറ്റപ്പാലത്ത് വെച്ച്. ഒന്നാം അഖില കേരള ഒറ്റപ്പാലം ടി പ്രകാശം. ഒന്നാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം ഒറ്റപ്പാലത്ത് വെച്ച് ടി പ്രകാശം. ടി പ്രകാശന് ഫസ്റ്റ് ആകുമ്പോൾ പ്രകാശം തെളിച്ചു നോർക്കുക. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം? നടന്ന വർഷം ആൻസർ എന്താ വരിക? 24 എഴുതാം. 24 ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ, സി ഭാസ്കരൻ, പി കൃഷ്ണപിള്ള, എ കെ പിള്ള. ആൻസറോ ഏതാണ്? അറിയാം, നല്ലോണം അറിയാം. ഏതാൻസർ? എ കെ ഗോപാലൻ. വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ. ഇനിയുള്ളത്, വെല്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വെല്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? സഹോദരൻ അയ്യപ്പൻ, വാഗ്ഭടാനന്ദൻ, അയ്യങ്കാളി, വൈകുണ്ഠ സ്വാമികൾ. ആൻസർ എന്താ വരിക? അയ്യങ്കാളി അല്ലേ? അറിയാമല്ലോ, അയ്യങ്കാളി. വെല്ലുവണ്ടി സമരം അയ്യങ്കാളി. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം ശിവഗിരി, ചെമ്പഴന്തി, കാലടി, പന്മന. ഏതാണ് സ്ഥലം? പന്മന. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം പന്മനയാണ്. ഇനി ആത്മോപദേശ ശതകം എന്ന കൃതി രചിച്ചത് ആരാണ്?
ഓപ്ഷൻസ് നോക്കാം. കുമാരഗുരു, ശ്രീനാരായണ ഗുരു, വള്ളത്തോൾ, കുമാരനാശാൻ. ഏതാ ആൻസർ വരിക? ആൻസർ ശ്രീനാരായണ ഗുരു. ആത്മോപദേശ ശതകം രചിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരു. അടുത്തത്, അധസ്ഥിത സമുദായങ്ങളെ ഒന്നിപ്പിക്കുക ലക്ഷ്യത്തോടെ പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച ഒരു കാവ്യശില്പം. ചിത്രാലങ്കാരം, ലങ്കാമർദ്ദനം, ജാതി നിർണയം, ജാതിക്കുമ്മി. അധസ്ഥിത സമുദായങ്ങളെ ഒന്നിപ്പിക്കുക ലക്ഷ്യത്തോടെ പണ്ഡിറ്റ് കറുപ്പനെ ഓർക്കുക. കറുപ്പൻ രചിച്ച കാവ്യശില്പം ഏതാണ്? ഏതാ ആൻസർ? ജാതിക്കുമ്മി അല്ലേ? ജാതിക്കുമ്മിയാണ് ആൻസർ. അടുത്ത് നോക്കാം. വി ടി ഭട്ടതിരിപ്പാട് രചിച്ച ആത്മകഥാ സ്വഭാവമുള്ള ഗ്രന്ഥം. ഓപ്ഷൻ നോക്കാം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, സത്യമെന്നത് ഇവിടെ മനുഷ്യനാകുന്നു, കണ്ണീരും കിനാവും, ജീവിത സ്മരണകൾ. ഏതാ ആൻസർ? ആത്മകഥ, കണ്ണീരും കിനാവും. ഏതാണിത്? കണ്ണീരും കിനാവും. അടുത്തത്, 1959 ഭാരതകേസരി പുരസ്കാരം ലഭിച്ച സാമുദായിക നവോത്ഥാന നായകൻ. ഭാരതകേസരി പുരസ്കാരം ലഭിച്ച സാമുദായിക നവോത്ഥാന നായകൻ. മനത്ത് പത്മനാഭൻ, KP കേശവമേനോൻ, K മാധവൻ നായർ, സർ സയ്യദ് അഹമ്മദ് ഖാൻ. 1950 ഭാരതകേസരി പുരസ്കാരം ലഭിച്ച സാമുദായിക നവോത്ഥാന നായകനാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ആരാണ്? മന്നത്ത് പത്മനാഭൻ. ആൻസർ മന്നത്ത് പത്മനാഭൻ. 59 ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ. 59 ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 15ൻ്റെയും 35ൻ്റെയും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്രയാണ്? ആൻസർ എത്ര വരിക? ആൻസർ ഓപ്ഷൻ സി ആണ്, 5. അടുത്തത്, 8 × 4 മൈനസ് ബ്രാക്കറ്റിൽ 8 + 3 × 4 ÷ 2. ആൻസർ ഓപ്ഷൻ ഡി ആണ് അതിൻ്റെത്. അടുത്തത്, 1 മുതൽ 15 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്രയാണ്? ശരാശരി? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 8. അടുത്തത്, 2 സംഖ്യകളുടെ തുക 15ഉം അവയുടെ ഗുണനഫലം 50ഉം ആയാൽ ആ സംഖ്യകളുടെ ഉൽക്രമങ്ങളുടെ തുക എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 3/10. അടുത്ത ക്വസ്റ്റ്യൻ, 64/3/6 + 27/1/3 = എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 35. ഒരു സംഖ്യയുടെ 50% 25 കൂട്ടിയപ്പോൾ അതേ സംഖ്യ തന്നെ ലഭിക്കുന്നു എങ്കിൽ സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 50. A/B = 3/5, B/C 7/11 എങ്കിൽ A/Cയുടെ വില എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി വന്നു. രാമു 5000 രൂപയുടെ ഒരു വസ്തു 6250 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 3600 രൂപയ്ക്ക് 6ഉം 1/4% നിരക്കിൽ 4 മാസത്തേക്ക് എത്ര രൂപ സാധാരണ പലിശ ലഭിക്കും? ആൻസർ ഓപ്ഷൻ എ ആണ്, 75. അനീഷ് ഒരു ജോലി 30 ദിവസം കൊണ്ടും സനീഷ് അതേ ജോലി 25 ദിവസം കൊണ്ടും ചെയ്തു തീർക്കുമെങ്കിൽ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കും? ആൻസർ ഓപ്ഷൻ സി ആണ് വന്നേക്കുന്നത്. വിട്ടുപോയ സംഖ്യ പൂരിപ്പിക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്. 62ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 63ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 64ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. കാരണം വെച്ചാൽ ചെയ്യാതെ നമ്മളിത് വായിച്ചിട്ട് ഒരു ഗുണവുമില്ലെന്ന് എനിക്കറിയാം. ക്വസ്റ്റ്യൻസ് കാണുക എന്നുള്ളത് പ്രധാനമാണ്. ചെയ്യാൻ പറ്റുന്നവർ ചെയ്ത് നോക്കുക, ആൻസേഴ്സ് കറക്റ്റാണെന്ന് നോക്കാം. പിന്നെ ഉള്ള മറ്റ് യൂട്യൂബ് ക്ലാസ്സുകൾ, മാത്സിൻ്റെ മാത്രം യൂട്യൂബ് ക്ലാസ് ഉണ്ട്, അത് നോക്കി നമുക്ക് ഇതിന് ആൻസേഴ്സ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ സംശയമുള്ളത് തീർക്കാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 48 പൈ
ചതുരശ്ര സെൻറ്റിമീറ്റർ ഉപരിതല വിസ്തീർണമുള്ള പരപ്പളവുള്ളൊരു അർദ്ധഗോളത്തിൻ്റെ ആരം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 66ൻ്റെ ആൻസർ ഓപ്ഷൻ എ. 67ൻ്റെ ആൻസർ ഓപ്ഷൻ സി. 68ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇനി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെ കാണിച്ച് രാമു പറഞ്ഞു, എൻ്റെ അമ്മൂമ്മയുടെ ഏക മകൻ്റെ മകളാണിത്. എങ്കിൽ രാമു ആ സ്ത്രീയുടെ ആരാണ്? ആൻസർ ഇത് വരും സഹോദരൻ. അടുത്ത ബാബു കിഴക്കോട് 2 കിലോമീറ്റർ നടന്നു. അല്ല, അതിൻ്റെ ആൻസർ എത്താ വരുന്നത്? പറയാം. ഓപ്ഷൻ ബി ആണ് 10 കിലോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. കേരള ഇൻലാൻഡ് വെസൽ റൂൾ നിലവിൽ വന്ന വർഷം. കേരള ഇൻലാൻഡ്, ലാൻഡാണ്, ഇൻലാൻഡ് വെസൽ റൂൾ നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 2010. അടുത്തത്. കനോലി കനാൽ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കനോലി കനാൽ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ ആണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, തൃശ്ശൂർ. സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ, ആലപ്പുഴ. കേരളത്തിൽ കടൽത്തീരമില്ലാതെ സ്ഥിതി ചെയ്യുന്ന പോർട്ട് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ്. സുൽത്താൻ തോട് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സുൽത്താൻ തോട് ഓപ്ഷൻ എ ആണ്, കണ്ണൂർ. അടുത്തത്. ഇത് ഫയർ ബക്കറ്റിൻ്റെ പുറത്തെ നിറം, സീമാൻ്റെ ആയതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നേക്കുന്നത് കേട്ടോ. ഫയർ ബക്കറ്റിൻ്റെ പുറത്തെ നിറം ഏതാണ്?